ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS ആണ്. EVSന്റെ ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, EVSലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്ക് 5 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഓക്കെ, 5 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ടൈം എന്ന് പറയുന്നത് 2 hours 15 minutes ആണ് സമയം. 2 മണിക്കൂറും 15 മിനിറ്റും. ആദ്യത്തെ 15 മിനിറ്റ് ചോദ്യം വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ചോദ്യം വൃത്തിയായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ആൻസർ എഴുതുക. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1, പ്ലാന്റ്സ് ആൻഡ് ഇറ്റ്സ് പാർട്സ്. അതായത് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പ്ലാന്റ്സും അതിന്റെ പാർട്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ പഠിക്കുന്നതാണ്. ആ ഫസ്റ്റ് യൂണിറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ആക്ടിവിറ്റി 1ൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം A ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, സ്റ്റുഡൻസ് വിസിറ്റഡ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആഫ്റ്റർ സമ്മർ വെക്കേഷൻ. ദേ വർ അമേസ്ഡ് ടു സീ ദ ന്യൂ പ്ലാന്റ്സ്. പീ, ഹിബിസ്കസ്, മാംഗോ ട്രീ, ബ്രയോഫൈലം, കറി ലീവ്സ്, ജാസ്മിൻ, കടപ്ലാവ്, coconut tree, rose, etc. Are the new plants from which parts of the plant has the new plants sprouted out? Fill in the table suitably. അതായത് കുട്ടികളെ സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിൽ വന്നപ്പോൾ അവരുടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ കുറേ പുതിയ ചെടികൾ മുളച്ചു വന്നിരിക്കുന്നു അല്ലേ. അത് കണ്ടവർക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ അവർ ഏതൊക്കെ ചെടികളാണ് വന്നിരിക്കുന്നത്? പീ ഉണ്ട്, ഹിബിസ്കസ്, മാംഗോ ട്രീ, ബ്രയോഫൈലം, കറി ലീവ്സ്, ജാസ്മിൻ, കടപ്ലാവ്, കോക്കനട്ട് ട്രീ, റോസ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാനാണ് പറയുന്നത് ഇവിടെ? അപ്പം അങ്ങനെ ഒരുപാട് ചെടികൾ പുതിയതായി മുളച്ചു വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആ ചെടികൾ ഏത് പാർട്ട്, ആ പ്ലാന്റ്സിന്റെ ഏത് പാർട്ട് നടുമ്പോഴാണ് ന്യൂ പ്ലാന്റ് ഉണ്ടാവുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്താൻ, തരംതിരിച്ച് ടേബിൾ ആക്കാനാണ് പറയുന്നത്. ഇവിടെ കോക്കനട്ട് ട്രീ വരുന്നത് കോക്കനട്ട് ട്രീന്റെ ഏത് ഭാഗത്തു നിന്നാണ് പുതിയ കോക്കനട്ട് ട്രീ ഉണ്ടായിട്ടുണ്ടാവുക? അതേപോലെ ജാസ്മിന്റെ ഏത് ഭാഗത്തു നിന്നാണ് പുതിയ ജാസ്മിൻ ചെടി ഉണ്ടായിട്ടുണ്ടാവുക? അതിൻ്റെ അടുത്ത് സ്റ്റെം ആണോ, റൂട്ട് ആണോ, അതുപോലെ അല്ലെങ്കിൽ ഫ്രൂട്ട് ആണോ, ഫ്ലവർ ആണോ? അതാണ് ഈ മേലെ കാണുന്ന ലൈനിൽ എഴുതേണ്ടത് കേട്ടോ. അതേപോലെ അവിടെ വരുന്നത് ഇപ്പോൾ റൂട്ട് ആണെങ്കിൽ പുതിയ റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അതുപോലെ ഇവിടെ മിറാക്കിൾ ലീഫ് പ്ലാന്റ് ഉണ്ട് അല്ലേ, ഇലമുളച്ചി എന്ന് പറയും. അപ്പൊ അതിന്റെ ഏത് ഭാഗം, ആ ലീഫ് പ്ലാന്റ്, ആ നെയിമിൽ തന്നെ ഉണ്ട്, അതിന്റെ ഏത് ഭാഗം നടുമ്പോഴായിരിക്കും പുതിയ പ്ലാന്റ് ഉണ്ടാവുക? ലീഫ്. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റിൽ ഇതേ ടേബിൾ നമുക്ക് ഉണ്ട് അല്ലേ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് കണ്ടു നോക്കുക. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഒരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മുടെ യൂണിറ്റ്സ് വ്യക്തമായി വൃത്തിയായി പഠിച്ചിട്ട് പോകുന്ന ഏതൊരാൾക്കും ഇവിടെ എക്സാം വളരെ 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 സിമ്പിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ബി ചോദ്യം, മാർക്ക് ട്രൂ ഓർ ഫോൾസ് അഗെയിൻസ്റ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് മാർക്ക് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, all seeds take equal time span for sprouting. അതായത് എല്ലാ വിത്തും മുളച്ചു വരാൻ ഒരേ സമയമാണ് എടുക്കുക. ആണോ? അല്ല, തെറ്റാണ്, ഫോൾസ് ആണ്. രണ്ടാമത്തെ, plants grow well in place where there is more sunlight. നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ചെടികൾ നന്നായി വളരും. ശരിയാണ് അല്ലേ. ബി ചോദ്യം, leaves sprout first when the seed germinate. നമ്മൾ വിത്ത് മുളച്ചു വരുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ലീഫ് ആണ്. ശരിയാണോ? ശരിയല്ല, തെറ്റാണ് അല്ലേ. ശരിയാണോ പറയുന്നത്? അല്ല. അടുത്തത്, the growth rate of all plants are not the same. അതായത് ചെടികളുടെ വളർച്ച, എല്ലാ ചെടികളും ഒരേ രീതിയിലാണ് വളരുന്നത്, ഒരേ രീതിയിലാണ് വളരുന്നത് പറഞ്ഞാൽ ശരിയാണോ? അല്ല, തെറ്റാണ്, അതും ഫോൾസ് ആണ്. C, the friends in 3rd standard were doing an experiment on the germination of pea seed. What would they have seen first when the pea seed placed nearest to the side of the glass began to germinate? അതായത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാർ നോക്കണം, പയർ വിത്ത് കുഴിച്ചിട്ടിട്ട് അത് മുളച്ചു വരുന്നത് നോക്കി നിൽക്കണം. അപ്പോൾ ആ പയർ വിത്തിൽ നിന്നും ആദ്യം മുളച്ചു വരുന്നത് ഏത് ഭാഗമായിരിക്കും? ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണോ ശരി അതാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ക്ലാസ് ചെയ്ത് നോക്കിയ പ്രവർത്തനമായിരിക്കും. നമ്മളെ പീ സീഡ് മുളച്ചു വരുന്നത്, പയർ വിത്ത് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് മുള വരുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ ഏത് ഭാഗമാണ് ഫസ്റ്റ് മുളച്ചു വരിക? അതാണ് ഇവിടെ ചോദ്യം. എ, ലീവ്സ് ജെർമിനേറ്റ് ഫ്രം ദ പീ സീഡ്. ആദ്യം ഇവിടെ എന്ത് കണ്ടു? പീ സീഡിൽ നിന്ന് ഇല മുളച്ചു വരും. ശരിയാണോ? അല്ല. സ്പ്രൗട്ട് കെയിം ഔട്ട് ഫ്രം പീ സീഡിൽ നിന്ന് മുള പുറത്തു വരുന്നു. മൂന്നാമത്തെ, ദ സ്റ്റെം ജെർമിനേറ്റഡ് ഫ്രം ദ പീ സീഡിൽ നിന്ന് ആദ്യം തണ്ടാണ് പുറത്തു വരുന്നത്. അടുത്ത 4ാമത്തെ, ഫ്രൂട്ട്സ് കെയിം ഔട്ട് ഫ്രം ദ സീഡിൽ നിന്ന് ഫ്രൂട്ട്സ് പുറത്തു വരുന്നു. ഏതാ ശരി? രണ്ടാമത്തതാണ് ശരി അല്ലെ. ആദ്യം പീ സീഡ് മുള പുറത്തു വരികയാണ് ചെയ്യുക, ചെറിയൊരു മുള പുറത്തു വരികയല്ലേ ചെയ്യുക. അപ്പോൾ രണ്ടാമത്തതാണ് ശരി.
ആക്ടിവിറ്റി 2 അതിൽ എയും ബിയും ഉണ്ട്. അപ്പൊ നമ്മൾ എക്സാമിന് ഇങ്ങനെ എ ബി ഇവിടെ 2 സെക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചർ പറയും ഏതെങ്കിലും ഒരു ഭാഗം ചെയ്താൽ മതി എന്ന്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ 2 ഭാഗവും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ എ ചോദ്യം മെഷറിംഗ് റെയിൻഫോൾ. അപ്പൊ മഴ അളക്കുകയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 4 days at different areas in കരുളായി പഞ്ചായത്ത്. അപ്പൊ കരുളായി പഞ്ചായത്തിൽ 4 ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴയാണ്. ഈ ടേബിൾ ഷോയിങ് ദി എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഇൻ ഈച്ച് ഏരിയ ഇസ് ഗിവൻ ബിലോ. അപ്പൊ ആ പഞ്ചായത്തിലെ 4 ഏരിയയിലായിട്ട് 4 ദിവസം പെയ്ത മഴയുടെ അളവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഭൂമിക്കുത്ത്, വളംപുരം, മരുതങ്ങാട്, മുല്ലപ്പള്ളി. ആ ദിവസങ്ങളിൽ 4 ദിവസമായി പെയ്തുള്ള മഴയാണ് ഇവിടെ സെന്റിമീറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അത് നോക്കിയിട്ട് എ ചോദ്യം അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ വിച്ച് ഏരിയ റിസീവ്ഡ് മോർ റെയിൻഫോൾ. ഇതിൽ ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ 4 ദിവസമായിട്ട് മഴ ലഭിച്ചത്? ഇങ്ങനെ പ്ലസ് ചെയ്ത് നോക്കിയാൽ മതി. 5 + 4 + 2 ആൻസർ എത്രയാ? 11 സെന്റിമീറ്റർ. അതേപോലെ വലമ്പുറവും മരുതങ്ങാടിന്റെയും മുല്ലപ്പള്ളിന്റെയും എത്ര 4 ദിവസമായിട്ട് പെയ്തിട്ടുള്ള മഴയുടെ അളവ് കണ്ടെത്തുക. അത് ഏത് പഞ്ചായത്തിലാണോ ഏത് സ്ഥലത്താണോ ഏറ്റവും കൂടുതൽ ആ സ്ഥലത്തിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ആ ഏരിയയുടെ പേര് എഴുതുക. വിച്ച് ഏരിയ റിസീവ്ഡ് ലെസ് റെയിൻഫോൾ. ഏറ്റവും ചെറിയ സംഖ്യ, അതായത് ഏറ്റവും കുറവ് മഴ ലഭിച്ചിരിക്കുന്നത് എവിടെയാണ് ആ സ്ഥലത്തിന്റെ പേര് എഴുതുക. അടുത്തത് വിച്ച് ഏരിയ റിസീവ്ഡ് മോർ റെയിൻ ഓൺ ജൂൺ 25. ജൂൺ 25 ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് എവിടെയാണ്? 7 സെന്റിമീറ്റർ. എവിടെയാ? മരുതങ്ങാട് എന്ന് എഴുതണം. ഇതൊക്കെ വളരെ എളുപ്പമായ ചോദ്യങ്ങളാണ് അല്ലെ? ചോദ്യത്തിൽ തന്നെ ഉത്തരം. അതുകൊണ്ടാണ് പറയുന്നത് എക്സാമിന് ഫസ്റ്റ് ആദ്യം എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ വൃത്തിയായിട്ട് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് പകുതി ഉത്തരവും കിട്ടും. വൃത്തിയായിട്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ബി ചോദ്യം വിച്ച് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഒന്നാമത്തെ റെയിൻ കേജ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ടു മെഷർ ദ റെയിൻഫോൾ. എത്ര മഴ പെയ്തു മഴ അളക്കുന്ന ഒരു ഉപകരണമാണ് റെയിൻ കേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ the amount of rainfall recorded in rain gauge will be the same every day. എല്ലാ ദിവസവും റെയിൻ ഗേജിൽ അളക്കുന്ന റെയിൻഫോൾ ഒരേ സംഖ്യ ഒരേ അളവായിരിക്കും. ശരിയാണോ? രണ്ടാമത്തത് തെറ്റാണ് അല്ലേ? അപ്പൊ ഇവിടെ എന്താ എ പറഞ്ഞത് ഓൺലി ഫസ്റ്റ് വൺ കറക്റ്റ്. ബി ഓൺലി ദ സെക്കൻഡ് വൺ ആണ് കറക്റ്റ്. സി ഫസ്റ്റ് ആൻഡ് സെക്കൻഡും കറക്റ്റ് ആണ്. ഡി പറയുന്നത് ബോത്ത് ആർ ഇൻകറക്റ്റ്. അപ്പൊ ഇതിൽ ഏതാണ്? എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ? എ ആണ് കറക്റ്റ് അല്ലേ? കാരണം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. അടുത്തത് സി നോട്ട് ഡൗൺ ദ ഫിഗേഴ്സ് ഇൻ റെയിൻ ഗേജ് സ്കെയിൽ. അതായത് ഇവിടെ റെയിൻ ഗേജ് സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ഈ റെയിൻ ഗേജ് സ്കെയിലില് എന്ത് ചെയ്യുക? അളവ് എഴുതാനാണ് പറയുന്നത് കേട്ടോ. അളവാണ് എഴുതുന്നത്. ഇവിടെ എത്ര മഴ പെയ്തു എന്നുള്ള ഈ അളവ് ഇവിടെ എന്ത് ചെയ്യുക? മെഷർ ചെയ്തിട്ട് ഈ കാണുന്ന സ്കെയിൽ നോക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. ആക്ടിവിറ്റി 2 വേസ് ഓഫ് മൂവ്മെന്റ്. ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്. എ ചോദ്യം എ ഹോഴ്സ് ആൻഡ് എ ഡക്ക് ആർ ഡിബേറ്റിംഗ് അബൌട്ട് ദിയർ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് മൂവ്മെന്റ്. അപ്പോൾ ഒരു ഹോഴ്സും ഒരു ഡക്കും കൂടെ തർക്കിക്കുകയാണ് അവരുടെ ബോഡി ഫീച്ചേഴ്സിനെ കുറിച്ചും മൂവ്മെന്റ്സിനെ കുറിച്ചും ഏമത്തരം പറഞ്ഞിട്ട് രണ്ടാളും കൂടെ തർക്കിക്കുക. അവർ ആർഗ്യൂ ചെയ്യണം. അപ്പൊ അവർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? ഹോഴ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് കേട്ടോ. ഹോഴ്സ് പറയാണ് ക്യാൻ റൺ, ഓടാൻ കഴിയും പറയണം. അപ്പൊ ഡക്ക് എന്ത് പറഞ്ഞു? ഹാവ് വിങ്സ്, എനിക്ക് ചിറകുകളുണ്ട്. അങ്ങനെ ഹോഴ്സിന്റെയും ഡക്കിന്റെയും ബോഡി ഫീച്ചേഴ്സ് മൂവ്മെന്റ്സും എങ്ങനെയാണെന്ന് എഴുതുക കേട്ടോ. അതുപോലെ നമ്മൾ ഡക്കിന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ലാൻഡിൽ കൂടി വാട്ടർ കൂടി മൂവ് ചെയ്യാൻ പറ്റും, സ്വിം ചെയ്യാൻ പറ്റും. ഹോഴ്സിന് പറ്റുമോ? ഇല്ല. അപ്പൊ ഹോഴ്സിന് കഴിയുന്ന കാര്യങ്ങൾ ഹോഴ്സിന്റെ കോളത്തിലും ഡക്കിന് കഴിയുന്ന കാര്യങ്ങൾ ഡക്കിന്റെ കോളത്തിൽ എഴുതുക. ബി ചോദ്യം സം ഫ്രണ്ട്സ് ആർ പ്ലേയിങ് വിത്ത് കാർഡ്സ് ഹാവിംഗ് പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ആനിമൽ ബോഡി പാർട്സ് വിച്ച് ദേ ഹാവ് ടു പുട്ട് ഇൻ പോക്കറ്റ് ചാർട്ട്. ഡ്രോ ലൈൻസ് ടു കമ്പൈൻ ദ കാർഡ്സ് വിത്ത് ദ കറക്റ്റ് പോക്കറ്റ്. ഇവിടെ കാർണിവോറസ് ഉണ്ട്, ഹെർബിവോറസ് ഉണ്ട്. കാർണിവോറസ് എന്താ, ഹെർബിവോറസ് എന്താന്നൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ പറഞ്ഞിരുന്നു. എന്താ കാർണിവോറസ് എന്ന് വെച്ചാൽ അതായത് നമ്മുടെ മീറ്റ് എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, മാംസം മാത്രം കഴിക്കുന്ന ജീവികളാണ് കാർണിവോറസ് എന്ന് പറയുന്നത്. എന്നാൽ സസ്യാഹാരങ്ങൾ മാത്രം നമ്മൾ ഈ പറഞ്ഞ ചെടികളും അതുപോലെ എന്താണ് സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികളാണ് ഹെർബിവോറസ് എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? ഈ കാണുന്ന മൃഗങ്ങളെ വരച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് സി ചോദ്യം സെലക്ട് ദ കറക്റ്റ് വൺ. ഇവിടെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? നമ്മൾ ആ ബട്ടർഫ്ലൈന്റെ ലൈഫ് സൈക്കിൾ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇത് എക്സാമിൽ ചോദിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ആ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ഓർഡർ ഏതാണോ അതാണ് എഴുതേണ്ടത്. ഇവിടെ ഏതാണ് ഫസ്റ്റ്? ബട്ടർഫ്ലൈന്റെ ഫസ്റ്റ് സ്റ്റേജ് ഏതാ? എഗ് ആണ്. എഗ്ഗിന് ശേഷം വരുന്നത് ഏതാ? പ്യൂപ്പയാണോ ലാർവയാണോ? ലാർവ. അതിനുശേഷം പ്യൂപ്പ, അതിനുശേഷം ബട്ടർഫ്ലൈ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ? ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 3 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്രിയേച്ചേഴ്സ്. എ ചോദ്യം Binu and his friends are making an album by collecting the pictures of different animals. Put a circle around the domesticated animals. Help them to write the name of each animal and arrange them in the given table. ഇവിടെ കുറച്ച് അനിമൽസിന്റെ ചിത്രം കാണുന്നില്ലേ? ഇല്ല, വീട്ടിൽ വളർത്തുന്ന ജീവികൾക്ക് ചുറ്റും വട്ടം വരയ്ക്കുക. ഇതുപോലെ ഇപ്പോൾ കാറ്റിനെ വീട്ടിൽ വളർത്തില്ലേ? അപ്പൊ കാറ്റിന് ചുറ്റും വട്ടം വരച്ചു. ഡോഗിനെ വീട്ടിൽ വളർത്തുന്നല്ലേ? അപ്പൊ ഡോഗിന് ചുറ്റും എന്ത് ചെയ്യുക? ചുറ്റും വട്ടം വരയ്ക്കുക. പല്ലീനെ വീട്ടിൽ വളർത്തുവോ? ഇല്ല. ക്രോനെ വീട്ടിൽ വളർത്തുവോ? ഇല്ല.
ഫ്രോഗിനെ വീട്ടിൽ വളർത്തുന്ന ഡൊമസ്റ്റിക് അനിമൽ ആണോ? അല്ല. അപ്പൊ അങ്ങനെ വീട്ടിൽ വളർത്തുന്ന ജീവികൾക്ക് ചുറ്റും വട്ടം വരയ്ക്കുക. അതിനുശേഷം അനിമൽസ് ദാറ്റ് ആർ റൈസ്ഡ് അറ്റ് ഹോം, വീട്ടിൽ വളർത്തുന്ന ജീവികളുടെ പേര് ഇവിടെ എഴുതുക. കാറ്റ്, ഡോഗ്, ഹെൻ, എന്താ പിന്നെ എഴുതുക? ഗോട്ട് എഴുതുക അല്ലെ. വീട്ടിൽ വളർത്തുന്ന ജീവികൾ. അനിമൽസ് ദാറ്റ് ആർ നോട്ട് റൈസ്ഡ് അറ്റ് ഹോം എന്ന് വെച്ചാൽ വീട്ടിൽ വളർത്താത്ത ജീവികളുടെ പേര് ഇവിടെ എഴുതുക. ബി ചോദ്യം, there are many creatures living around us. If they are arranged from the smallest to biggest in the order of size, which of the given options is in the correct order? You can put tick mark or write it down. നമ്മൾക്ക് അറിയാം ഒരുപാട് ജീവികളുണ്ട്. എല്ലാ ജീവിയുടെയും സൈസ് ഒരേപോലെയാണോ? അല്ല. ചെറിയ ജീവികളുണ്ട്, വലിയ ജീവികളുണ്ട്. അപ്പോൾ ഇവിടെ 4 ജീവികൾ കൊടുത്തിട്ടുണ്ട്. അതിലെ ചെറുതിൽ നിന്ന് വലുതെന്ന ഓർഡർ, ഏറ്റവും ചെറിയ ജീവിയിൽ നിന്ന് വലുതിലേക്ക് എന്ന ഓർഡറിൽ എന്ത് ചെയ്യുക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണോ ശരി അത് ടിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ആൻസർ എഴുതുക. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ജീവിയാണ്. ഫസ്റ്റ് വൺ ലിസാർഡ്. ലിസാർഡ് എന്ന് വെച്ചാൽ എന്താ? പല്ലി. പിന്നെ കൗ, പശു, ഹെൻ, കോഴി ആൻഡ് ഉറുമ്പ്. ഇതിൽ ഏതാണ് ഏറ്റവും ചെറിയ ജീവി? ആൻഡ് ആണ് അല്ലെ. അതായത് 4 ആണ് ഫസ്റ്റ് വരിക. പിന്നെയോ അടുത്ത ഏത് വരും? ആൻഡ് കഴിഞ്ഞാൽ അടുത്ത ആരാ? സെക്കൻഡ് വൺ ലിസാർഡ്. അത് കഴിഞ്ഞാൽ ഹെൻ, അത് കഴിഞ്ഞാൽ കൗ. അപ്പൊ ഏതാ ഓർഡർ? എന്താ? ആദ്യം 4, പിന്നെ 1, പിന്നെ 3, പിന്നെ 2. അപ്പൊ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഡി ഇപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ആദ്യം ആൻഡ്, ലിസാർഡ്, hen, cow. Write the name of any creatures that is seen in the soil. ഇവിടെ ഇങ്ങനെയല്ല കോളം ഇങ്ങനത്തെ അല്ല, സാധാ ഒരു ബോക്സ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഒരു ബോക്സ് ആണ്. അതായത് എന്ത് എഴുതാൻ പറയുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു ക്രിയേച്ചർ, മണ്ണിൽ കാണുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ പേരാണ് ഇവിടെ എഴുതാൻ പറയുന്നത് കേട്ടോ. ആക്ടിവിറ്റി 4ന്റെ എ ക്വസ്റ്റ്യൻ, why do they have different parts? ഇവിടെ 2 കുട്ടികൾ സംസാരിക്കുകയാണ്. പെൺകുട്ടി എന്താ സംസാരിക്കുന്നത്? we can't see the root of plants, then what are they for? നമുക്ക് കാണാൻ കഴിയില്ല, പ്ലാന്റ്സിലെ വേര് നമുക്ക് കാണാൻ കഴിയില്ല, പിന്നെ എന്തിനാണ് വേര്? അപ്പൊ ആൺകുട്ടി എന്ത് പറയാണ്? roots fix the plants in the soil. പ്ലാന്റ്സിനെ മണ്ണിൽ പിടിച്ചു നിർത്തുന്നത് ആരാണ്? റൂട്ട്സ് ആണെന്നാണ് ആ ബോയ് പറയുന്നത്. അടുത്തത് എ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ the various parts of plants and write down their functions ആണ് പറയുന്നത്. അതായത് ഇവിടെ എന്ത് കാണിക്കുകയാണ്? പ്ലാന്റ്സ് നമ്മൾ എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം നമ്മൾ പറഞ്ഞിരുന്നു. ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതാണ് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഏതൊക്കെ പാർട്സ് അടയാളപ്പെടുത്തിക്കുന്നത്? ലീഫ് ഉണ്ട്, സ്റ്റെം ഉണ്ട്, റൂട്ട് ഉണ്ട്. ലീഫ്, സ്റ്റെം, റൂട്ട് എന്നല്ല എഴുതേണ്ടത്, അതിന്റെ ഫംഗ്ഷൻ, അത് എന്തിനാണ് പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ സഹായിക്കുന്നു, അതിന്റെ ഫംഗ്ഷൻ ആണ്, ഓരോ പാർട്സിന്റെയും ഫംഗ്ഷൻ ആണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ബി ചോദ്യം, ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ ബെനിഫിറ്റ്സ് ആണ് എഴുതേണ്ടത്. എന്തിനാണ് പ്ലാന്റ്സ്? ഒന്നാമത്തെ പോയിന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഗീവ്സ് ഷെയ്ഡ് ടു ക്രിയേച്ചേഴ്സ്. തണലിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ്സ് വളർത്തും. അടുത്ത് നമുക്ക് എന്ത് എഴുതാം? വേറെ 2 ഫീച്ചേഴ്സ് എന്തൊക്കെ എഴുതാം? പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സ് ആണ് എഴുതേണ്ടത് കേട്ടോ. അതായത് പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സ് അല്ല എഴുതേണ്ടത്, പ്ലാന്റ്സിന്റെ ബെനിഫിറ്റ് ആണ് എഴുതേണ്ടത്. എന്തിനാണ് പ്ലാന്റ്സിന്റെ ബെനിഫിറ്റ് ആണ് എഴുതേണ്ടത്. അപ്പൊ ഗീവ് ഷെയ്ഡ് ടു ക്രിയേച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? നമുക്കറിയാം പ്ലാന്റ്സ് എന്ത് തരുന്നു? തണൽ തരുന്നു. അതായത് നമുക്ക് ഒരുപാട് തണൽ നൽകുന്നത് പ്ലാന്റ്സ് ആണ് അല്ലെ. അപ്പൊ ക്രിയേച്ചേഴ്സ്, എല്ലാ ജീവികൾക്കും തണലേകുന്നത് പ്ലാന്റ്സ് ആണ് നമുക്ക് അറിയുന്നത്. അതുപോലെ ഏതെങ്കിലും വേറെ 2 ഫീച്ചേഴ്സ് കൂടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് കൂടെ എഴുതി ചേർക്കുക. അതേപോലെ ആക്ടിവിറ്റി 4 ബി ചോദ്യം, ബി ഭാഗമാണ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. ഓർ ക്വസ്റ്റ്യൻ ആണത്. എ ഭാഗം, ഫ്രണ്ട്സ് ആർ ബിസി വിത്ത് കളറിംഗ് ഫ്ലവേഴ്സ്, ഹെൽപ് ദം ടു കളർ ഇറ്റ് സ്യൂട്ടബിളി. ഇവിടെ കാണുന്ന ഫ്ലവേഴ്സിന് കറക്റ്റ് ആയിട്ട് നിറം കൊടുക്കാനാണ് പറയുന്നത്. എന്നിട്ട് എന്ത് എഴുതണം? ഹൗ ഡു ഫ്ലവേഴ്സ് ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ, റൈറ്റ് ഇറ്റ് ഡൗൺ. അതായത് എങ്ങനെയാണ് പൂക്കൾ പരസ്പരം വ്യത്യസ്തമായിരിക്കുന്നത്, അതാണ് ഇവിടെ എഴുതേണ്ടത്. എല്ലാ ഫ്ലവേഴ്സും ഒരുപോലെയാണോ? അല്ല. എങ്ങനെയാ? ആസ് സിംഗിൾ ആൻഡ് ആസ് ബഞ്ച്. അതായത് ചില പൂക്കൾ ഒറ്റയ്ക്ക് ഉണ്ടാവും, ഓരോരോ പൂക്കളായിരിക്കും. ചിലത് എങ്ങനെയാ? പൂക്കൾ കൊലയായിട്ടുണ്ടാവും അല്ലെ, കുറെ പൂക്കൾ ഒന്നിച്ച് നിൽക്കുന്നതായിരിക്കും. അങ്ങനെ ഫ്ലവേഴ്സിന്റെ ഫീച്ചേഴ്സ് എഴുതുക. അടുത്തത് ബി ചോദ്യം, ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നോക്കുക. 1, 2, 3, 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലീഫ് കാണുന്നുണ്ട്, ചെടികൾ കാണുന്നുണ്ട് അല്ലെ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. ഇതിൽ ഈ പറയുന്ന ABCD ഇതിൽ ഏതാണോ കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് അതാണ് ഇവിടെ എഴുതുന്നത്. എ പറയുന്നത് എന്താ? ദ ഫസ്റ്റ് ആൻഡ് ദ തേർഡ് ആർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. 1ഉം 3ഉം ഫ്ലവറിംഗ് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്. ബി പറയുന്നത് ദ സെക്കൻഡ് ആൻഡ് തേർഡ് ആർ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്. സെക്കൻഡും തേർഡും നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്, പൂക്കൾ ഉണ്ടാവാത്ത ചെടികളാണ്. സി പറയുന്നത് ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർത്ത് ആർ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്. ഫസ്റ്റും ഫോർത്തും നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്, ഫ്ലവർ ഉണ്ടാവാത്ത ചെടികളാണ്. ഡി പറയുന്നത് സെക്കൻഡ് ആൻഡ് ദ ഫോർത്ത് ആർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സെക്കൻഡും ഫോർത്തും ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇതിൽ ഏതാണ് ശരി ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എഴുതുന്നത്. അടുത്തത് 5ാമത്തെ ബോഡി ഫീച്ചേഴ്സ്. എ ചോദ്യം, the body parts of some organisms are shown in the picture, identify the organism and write its name. അതായത് ചില ജീവികളുടെ ബോഡി പാർട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് ജീവിയാണ് ഇവിടെ എന്താ ചെയ്യുക? ജീവിയുടെ പേര് എഴുതണം.
ബി ചോദ്യം മാച്ച് ദം. ഇവിടെ നമ്മൾ സീ ക്രിയേച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഏതൊക്കെ സീ ക്രിയേച്ചേഴ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്? സീ ഹോഴ്സ്, സീ കുക്കുംബർ, സീ ഹെഡ്ജ് ഹോഗ്, ബ്ലൂ വെയിൽ. ഇനി അതിന്റെ പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. ദ ബിഗ്ഗസ്റ്റ് അനിമൽ ഓൺ എർത്ത്. ഏതാ അതിലെ ബിഗ്ഗസ്റ്റ് അനിമൽ ഓൺ എർത്ത്? ബ്ലൂ വെയിൽ. രണ്ടാമത്തെ എ ബോൾ ഷേപ്ഡ് സീ അനിമൽ വിത്ത് തോണി സ്പൈൻസ് ഓൾ ഓവർ ദ ബോഡി. ശരീരത്തിൽ മൊത്തം മുള്ളുള്ള ബോൾ പോലെ രൂപമുള്ള സീ അനിമൽ ഏതാ? സീ ഹെഡ്ജ് ഹോഗ്, അതായത് നമ്മൾ കടൽ മുള്ളൻ പന്നി എന്ന് പറയും. അടുത്തത് കുക്കുംബർ ഷേപ്ഡ് സീ അനിമൽ. ഏതാ? സീ കുക്കുംബർ. ഹെഡ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഹോഴ്സ്. ഹോഴ്സിന്റെ പോലെ തലയുള്ള ജീവി ഏതാ? സീ ഹോഴ്സ്. സി ചോദ്യം ഫൈൻഡ് ദ ഓഡ് വൺ ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെന്റ്. മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഏതാണോ ഏതാണോ ഓഡ് വൺ അത് ടിക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. കൗ, കാറ്റ്, ഫ്രോഗ്, ടൈഗർ. ഏതാണ് ഇതിൽ മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഡിഫറെന്റ് ആയി നിൽക്കുന്നത്? ഏതാ? ഫ്രോഗ്. അടുത്തത് അപ്പൊ നമുക്ക് അഞ്ചാമത്തെ പ്രവർത്തനം കഴിഞ്ഞിരിക്കുകയാണ്. 5 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുവരെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും ഓൺ എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാണുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.